എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എന്നെ കള്ളൻ എന്ന് വിളിക്കരുത് നിങ്ങൾ. ഞാൻ സ്വർണം കട്ടിട്ടില്ല. അമ്മച്ചിയാണ്, ആറ്റുകാൽ അമ്മച്ചിയാണ്, ശബരിമല അയ്യപ്പനാണ് സത്യം. ഞാൻ സ്വർണം കട്ടിട്ടില്ല. പൊന്നു സതീശ, നീ എന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുത്. ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ഇങ്ങനെ യാചിക്കുകയാണ്, എന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുത്, ഞാൻ കട്ടിട്ടില്ല. കട്ടിലേക്ക് കടന്ന് പറയുകയാണ്, കട്ടിട്ടില്ല, കട്ട ചരിത്രം കേട്ടിട്ടില്ല. കടകംപള്ളിക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടം മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്വർണം കട്ടവൻ എന്ന് വിളിക്കുന്നവർക്കെതിരെ ഇനി കാരണം പാരഡി എഴുതിയവർക്കെതിരെ നടപടി എടുക്കുന്നു. പക്ഷെ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയ സർക്കാരിനെതിരെ കേസില്ല. പക്ഷെ സർക്കാരിന്റെ മതവികാരം വ്രണപ്പെടുത്തി ജനങ്ങളുടെ ആചാര ലംഘനം നടത്തിയതിന്, വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതിനൊന്നും ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ പാരഡി ഗാനം നിങ്ങൾ എഴുതിയോ, ഞങ്ങൾ തീർക്കും. അത് ഞങ്ങളുടെ തോൽവിക്ക് ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, കടകംപള്ളിയെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരുത്തരെയും ഞങ്ങൾ വെറുതെ വിടില്ല. എല്ലാത്തിനെയും പിടിച്ച് ഞങ്ങൾ അകത്ത്. അതാണ് ഇപ്പോ ഗവൺമെന്റ് നടത്തുന്ന ഈ പാട്ടിനെതിരെയുള്ള ഈ കേസെടുത്ത പരിപാടി ഉണ്ടല്ലോ, അവര് തന്നെ ഒരാളിനെ കൊണ്ട് കേരളത്തിലെ വർഗീയമായിട്ടുള്ള ഒരു കലാപം, കാലുഷ്യം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ്. ആർക്കും എതിർപ്പില്ല. ആ മുസ്ലിം ആ പാട്ട് എഴുതിക്കൊണ്ട് സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ നോക്കൂ, മലയാള മനോരമയും പല പള്ളികളും ഹിന്ദുക്കളുടെ ഒരു ആചാരമായിരുന്ന ആ ഒരു വിദ്യാരംഭം അവർ നടത്തുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഭാരതീയമായ ആ സംസ്കാരം അവർ ഉൾക്കൊള്ളുകയാണ്. അതുപോലെ ശബരിമലയിൽ നടന്ന മോഷണത്തിൽ നൊന്ത് ഒരു മുസ്ലിം ഇങ്ങനെ എഴുതുന്നെങ്കിൽ നല്ല കാര്യമാണ്. അയാൾക്ക് അത് എഴുതാൻ അവകാശവും ഉണ്ടെന്ന് വെച്ചാൽ സർവമത സമഭൂമിയാണ് അവിടെ. സർവ മതങ്ങൾക്കും പ്രവേശനമുള്ള, സർവമതങ്ങൾക്കും ആചരിക്കാവുന്ന അല്ലെങ്കിൽ ആരാധിക്കാവുന്ന ഒരു ദൈവം. മുസ്ലിങ്ങൾ ആരാധിക്കാറില്ല, അവർക്കും വിശ്വസിക്കാവുന്ന ഒരു ദൈവം ആണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു പാട്ടെഴുതാൻ എന്താ തെറ്റ്? പ്രവേശനം ഉണ്ടല്ലോ. ഒരു കോടതിയും ഒരു മതവും അവരുടെ പ്രവേശനം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഹിന്ദു ഒരുപായിട്ടൊരു ദൈവത്തിനെ അവർ വന്ന് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു സംസ്കാരം അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ വിശാല മനസ്കരായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ, അതും ഗൾഫിലിരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ കാണിച്ചൊരു പാരഡി എഴുതി. ആ പാരഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാമിയെ അയ്യപ്പോ എന്നുള്ള താളത്തിലായി പോയി എന്നുള്ളത് അതൊരു കുറ്റം ആക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ക്ഷേത്ര നിന്ദ നടത്തുന്നില്ല, അയ്യപ്പൻ്റെ നിന്ദ നടത്തുന്നില്ല, മറിച്ച് അയ്യപ്പനെ കൊള്ള ചെയ്ത ആൾക്കാരുടെ ആ കുൽസിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പുറത്തു കാട്ടുന്ന, വരച്ചു കാട്ടുന്ന ഒരു കവിതാ ശകലം അല്ലെങ്കിൽ ഒരു പാരഡിയായിട്ട് മാറി. പാരഡി എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ കുറിച്ചുള്ളതല്ല, അല്ലെങ്കിൽ മോഷണത്തെ കുറിച്ചുള്ളതാണ്. അയ്യപ്പനെ കുറിച്ചുള്ള പാരഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സ് നൊന്തേരും. ഇത് നോവേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ പറയേണ്ടത് ആ മുസ്ലിം പറഞ്ഞു എന്നുള്ളതാണ്, അവർ പാടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ യോഗം. നമ്മളോട് ഉൾക്കൊണ്ടു, ഉൾച്ചേർന്നു, നമ്മളുമായിട്ട് സോളിഡാരിറ്റി അല്ലെങ്കിൽ ഐക്യദാർഢ്യം നമ്മൾ കടകംപള്ളിയെ വിട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഒന്നത് ആ പാട്ടിലേക്ക് വന്നു. ഇനിയും അതുപോലെ തന്നെയാണ് കടകംപള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, തന്നെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുതെന്ന്. സ്വർണ്ണക്കള്ളൻ എന്ന് എല്ലാ ദേവസ്വം മന്ത്രിമാരെയും നമ്മൾ വിളിക്കുന്നില്ലല്ലോ. ജി സുധാകരനും ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണല്ലോ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അതെ, പറഞ്ഞിരിക്കുന്നത്. ഞാൻ സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരാജയമുണ്ട്. സ്വർണ്ണക്കള്ളൻ അല്ലെങ്കിലും അതിന് ഉത്തരവാദിയിൽ കടകംപള്ളി കൂടിയുണ്ട്. ഉത്തരവാദിത്തം ശരിയായിട്ട് നിർവഹിക്കാതിരിക്കുന്നവർക്ക് ഈ പേര് കേൾക്കേണ്ടി വരും. അതിൻ്റെ ഉത്തരവാദിത്തം ദേവസ്വം മന്ത്രിക്ക്, അന്നത്തെ മന്ത്രിക്കുണ്ട് എന്നുള്ള. 2019 ദേവസ്വം മന്ത്രിയായിട്ടിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പണ്ട് ഒഥല്ലോ അല്ല മക്ബത്ത് കാണിച്ച പോലെ ഡങ്കൻ രാജാവിനെ വധിച്ച് അധികാരം കവരാൻ വേണ്ടി ഭാര്യയുടെ ഉപദേശപ്രകാരം ശ്രമിച്ചതിന് ശേഷം ആ കുറ്റബോധം കൊണ്ട് ആ കുറ്റബോധം വേട്ടയാടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ കൊന്നിട്ടില്ല, ഡങ്കൻ രാജാവിനെ ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ രാത്രി തോറും ഇപ്പോൾ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ വാക്കുകൾ കൊണ്ട് ആ ചെയ്ത തെറ്റിന്റെ അദ്ദേഹം ഇങ്ങനെ ഉറക്കമില്ലാതെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം സ്വപ്നയ്ക്ക് അയച്ച മെസ്സേജുകളും പിന്നെ മറ്റേ റെയിൻകോട്ട് വാങ്ങിക്കൊടുക്കാം, നീ മഴയാണെങ്കിൽ നീ വരണം, ഞാൻ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അതാണ് ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു അല്പം ഭക്തനും കൂടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്
അപ്പൊ ഇതിന്റെ പാപബോധം കൂടി അദ്ദേഹത്തിന് വേട്ടയാടുന്നു. ആ ഭക്തരായതുകൊണ്ട് സാർ ഈ കൊന്ന പാവം തിന്നാ തീരുമെന്നല്ലേ? എന്നല്ല കൊന്ന പാപം, മോട്ടിച്ച പാവം പ്രാർത്ഥിച്ചാ തീരും. ഭക്തിയില്ലാത്തതിനൊരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. അങ്ങനെ ആയിരുന്നല്ലോ ശബരിമല തീവെപ്പ് കേസിലെ പ്രതികൾക്ക് ഇപ്പൊ കിട്ടിയത്. ഒരു കോടതി ശിക്ഷിച്ചില്ല, പക്ഷേ ദൈവം പണ്ടൊരു സ്ത്രീപീഡന കേസിലെ പല ആളുകളും ഇതുപോലെ നരകിച്ച് പല രീതിയിലും മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെ പ്രതികള് ശിക്ഷ വിധിച്ചവര് ഒക്കെ വളരെ ദാരുണമായി മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യം എനിക്കറിയില്ല, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർമ്മഫലം എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ കടകംപള്ളി സുരേന്ദ്രൻ ഇത് മോഷ്ടിച്ചിട്ടുണ്ടെന്നോ അതിന് അറിഞ്ഞുകൊണ്ട് നേതൃത്വം കൊടുത്തുന്നു എന്നല്ല പറഞ്ഞു. ഉത്തരവാദിത്വം ശരിയായിട്ട് നിർവഹിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഈ മോഷണം നടന്നത്. ഭക്തലക്ഷങ്ങൾക്ക് ഇത്രയധികം മനപ്രയാസവും അതുപോലെ തന്നെ വേദനയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ പിന്നെന്തിനാ മന്ത്രി, ഞാനൊരു ഫയലും കണ്ടിട്ടില്ല, പിന്നെന്തിനാ മന്ത്രി? അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ജി സുധാകരൻ താങ്കളുടെ പാർട്ടിയിൽ തന്നെ പെട്ട ആളാണല്ലോ, അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്വം താങ്കൾക്കുള്ളത് കൊണ്ടാണ് താങ്കൾക്ക് കുറ്റബോധം തോന്നുന്നത്. ലേഡി മാക്ബത്ത് ആണെങ്കിൽ രാത്രി തോറും പോയി പൈപ്പിന്റെ മുമ്പിൽ പോയി കൈ കഴുകുകയായിരുന്നു. ആ പാപത്തിൽ നിന്ന് ചോരക്കറ ഉണ്ടെന്നൊരു തോന്നൽ. അങ്ങനെയൊക്കെ വരുന്നത് എപ്പോഴാണ്? നമുക്കൊരു പാപബോധവും കുറ്റബോധവും. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആർക്കും ഒന്നും പേടിക്കണ്ട, അവർ കിടന്ന് പറയട്ടെ. രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും അങ്ങനെ നിലപാടെടുക്കുന്നവരാണ്. അദ്ദേഹം കോടതി ചെന്ന് പറയും എന്റെ പേര് കൊണ്ടുവരുന്നു. പേര് ആൾറെഡി വന്നു കഴിഞ്ഞു സുരേന്ദ്രൻ, പേര് ആൾറെഡി വന്നു കഴിഞ്ഞുവല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? കാരണം താങ്കൾ മന്ത്രിയായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ സുഖവും ഉണ്ട് ദുഃഖവും ഉണ്ട്, രണ്ടും താങ്കൾ പങ്കുവയ്ക്കണം. ഉത്തരവാദിത്വം ഉണ്ടതിന്. തീർച്ചയായിട്ടും അറേബ്യയിലെ ഈ ഒരു കണ്ടസ്റ്റിലാണ് ഷേക്സ്പിയർ പറയുന്നത്, അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുകഴിഞ്ഞാൽ കൊണ്ടുവന്നാലും ഇതിൻ്റെ ദുർഗന്ധം മാറ്റാൻ കഴിയില്ല. കാരണം ഒന്നുകിൽ അവിടെ മോഷണത്തിൽ പരോക്ഷമായിട്ടെങ്കിലും പങ്ക് വഹിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ശരിയായിട്ട് നിർവഹിക്കാതിരുന്നതിൻ്റെ ആ ഒരു പാപഭാരം താങ്കൾക്കുണ്ട്. അതുകൊണ്ട് അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങൾ കൊണ്ടുവന്ന് കഴുകിയാലും ശരി, ആ പാപക്കറയുടെ ആ നാറ്റം അത് താങ്കൾക്ക് അതിൽ നിന്ന് മോചിതമാവാൻ പറ്റില്ല. ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ശബരിമലയിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നല്ല, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വേണ്ട വിധത്തിൽ നിർവഹിച്ചിട്ടില്ല. ചോദ്യം താങ്കളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ താങ്കളുടെ പാർട്ടിയാണിപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നതെന്നതുകൊണ്ടും അവരുടെ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൂടി നേതൃത്വം വഹിക്കുന്നതാണ് SIT എന്നുള്ളത് കൊണ്ടും മാത്രം താങ്കൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പാമ്പും കൗണിയും പോലെ കളിച്ച് ഉയരത്തിൽ പത്മകുമാറിൽ വരെ വന്നിട്ട് താഴോട്ടൊരിറക്കം, തെക്കോട്ടൊരിറക്കമെന്ന് പറഞ്ഞ പോലെ ഇറങ്ങിപ്പോവുകയാണ് ഈ അന്വേഷണം. അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്ന താങ്കളുടെ മനസാക്ഷി വേട്ടയാടിക്കൊണ്ടിരിക്കും. വേണ്ടതുപോലെ ചെയ്യാഞ്ഞത് കഴിവുള്ള ഒരു മന്ത്രിയാണ്, MLA-യുമാണ് താങ്കൾ. എന്തുകൊണ്ട് ഇത് മാത്രം താങ്കൾ അവഗണിച്ചു? താങ്കളുടെ അവിശ്വാസം കൊണ്ടാണോ, അല്ലെങ്കിൽ താങ്കൾ ഇതിനെ പിന്തുണച്ചതുകൊണ്ടാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനം പറയേണ്ടത് വരും. മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, പക്ഷെ താങ്കൾ പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുമുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു? സംശയങ്ങളുണ്ടായിരുന്നു. ഈ സംശയങ്ങൾക്ക് ഉത്തരം വേണം. പൊതുപ്രവർത്തകർ അത് നൽകാൻ ബാധ്യസ്ഥരും. തീർച്ചയായിട്ടും.